ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീല. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നും ഒരു പുതിയ സ്റ്റോറിയാണേ. കുട്ട, നീ എത്തിയോടാ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിളിച്ചപ്പോൾ അമ്മയുടെ വാത്സല്യം കലർന്ന മധുരസ്വരം കേട്ട് എന്നത്തെയും പോലെ ഞാനൊരു കൊച്ചു കുഞ്ഞാവുകയായിരുന്നു. വെളിയിൽ അച്ഛനുണ്ടായിരുന്നു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, ഞാനങ്ങ് വന്നേനല്ലോ. പാണ്ടക്കെട്ടും പേറി നടക്കുന്നതിനിടെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അതിന് ദേവു ടീച്ചർ എന്നെ അവിടെ ഇരുത്തണ്ടേടാ, ടീച്ചർ നല്ല സന്തോഷത്തിലാടാ. മോളൂട്ടിയാ അച്ഛാ, ഞാൻ സ്വരം താഴ്ത്തി. അവൾ മിടുക്കിയായിട്ടിരിക്കണു. അച്ഛൻ്റെ മുഖം ഇത്തിരി തുടുത്തു, എന്നാലും സന്തോഷത്തോടെയാണ് മറുപടി തന്നത്. വളരെയധികം സുരക്ഷിതത്വം അനുഭവിച്ച ബാല്യമായിരുന്നു എൻ്റേത്. ഒരേ ഒരു മകൻ, അതിൻ്റെ എല്ലാ ലാളനകളും ലഭിച്ചാണ് വളർന്നത്. 7 വരെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ മിഡിൽ സ്കൂളിൽ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത പഞ്ചായത്തിലെ ഹൈസ്കൂളിൽ നന്നായി പഠിച്ചിരുന്നത് കൊണ്ട് എൻജിനീയറിങ്ങിനും അഡ്മിഷൻ കിട്ടി. എൻട്രൻസ് പാസ്സായ വിവരത്തിനോടൊപ്പം ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ ഒരു ചെറിയ ഭൂമികുലുക്കം സൃഷ്ടിച്ച മറ്റൊരു വാർത്തയും വന്നു. 41 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. മോഹൻലാൽ അഭിനയിച്ച പവിത്രം എന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ലാലേട്ടന് കല്യാണപ്രായമാകുമ്പോഴാണ് അമ്മയായ ശ്രീവിദ്യ ഗർഭിണിയാവുന്നത്. തന്ത തിലകനാണെങ്കിൽ ജാള്യത കലർന്ന അമ്പരപ്പും. അത്രയും പ്രായം എനിക്കായില്ലെങ്കിലും ഞാനും ലാലേട്ടനെ പോലെ ഹാപ്പി ആയിരുന്നു. അമ്മയും അച്ഛനും വല്ലാത്തൊരു നാണക്കേടും സന്തോഷവും പിന്നെ മറ്റെല്ലാമോ വികാരങ്ങളും കൂടിക്കലർന്ന സ്ഥിതിയിലും. അച്ഛൻ രാമൻ എന്ന രാമൻ മാഷ്, അമ്മ ദേവിക എന്ന ദേവു ടീച്ചർ. ഹെഡ് മിസ്ട്രസ്സായ അമ്മയായിരുന്നു സ്കൂളിലും വീട്ടിലും അച്ഛൻ്റെ ബോസ്. അമ്മ പറയുന്നത് അച്ഛന് വേദവാക്യമായിരുന്നു. എന്നാൽ അവർ തമ്മിലുള്ള സ്നേഹം കണ്ടറിയേണ്ടത് തന്നെയായിരുന്നു. അമ്മ അച്ഛനോട് ശബ്ദമുയർത്തി ഞാൻ കേട്ടിട്ടില്ല. തിരിച്ചും സ്കൂളിൽ രാമൻ മാഷ എന്നും വീട്ടിൽ മാഷ എന്നും അമ്മ നീട്ടി വിളിക്കുമ്പോൾ ആ സ്നേഹം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു. രൂപത്തിലും അമ്മയായിരുന്നു ബോസ്. വെളുത്ത് നല്ല ഉയരവും ഒത്ത ശരീരവുമുള്ള അമ്മയുടെ തോള് വരെ മാത്രമേ ഉള്ളായിരുന്നു ഇരുനിറത്തിൽ മെലിഞ്ഞ അച്ഛൻ. അവരൊപ്പം നടക്കുമ്പോൾ ആനയും ബാബാനും പോലാണെന്ന് രഹസ്യമായെങ്കിലും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള എൻജിനീയറിംഗ് ശാഖ ഇത്തിരി ദൂരെയുള്ള പട്ടണത്തിലുള്ള കോളേജിലേ കിട്ടിയുള്ളൂ. എങ്കിലും ഞാൻ ഹാപ്പിയായി. ഒരേ ഒരു വിഷമം മാത്രം, ലാലേട്ടനെ പോലെ എൻ്റെ പൊന്നമ്മയുടെ വയറ് വലുതാവുന്നതും കണ്ട് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. എൻജിനീയറിങ്ങിൻ്റെ പുതിയ പ്രശ്നങ്ങളുമായി മൽപ്പിടുത്തം നടത്തുന്നതിനിടെ ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല. മാത്രമല്ല, ആദ്യമായി വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമവും. 1-2 വട്ടം ഗർഭത്തിൻ്റെ ആദ്യ നാളുകളിൽ വീട്ടിൽ പോയിരുന്നു. അമ്മയുടെ വയറ് മെല്ലെ വീർത്ത് വരുന്നുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ കുട്ടൻ ഇങ്ങോട്ട് വരണ്ട, നിനക്കവിടെ ധാരാളം പഠിക്കാനില്ലേടാ. അമ്മയുടെ മടിയിൽ മലർന്നു കിടന്ന എൻ്റെ മുടിയിഴകളിൽ വിരലുകൾ ഓട്ടി അമ്മ പറഞ്ഞു. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, മാഷില്ലേ ഇവിടെ. അച്ഛനെ പ്രേമപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ പതിവ് പോലെ അച്ഛനും തലയാട്ടി. പ്രസവത്തിനും എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സെഷണൽ മാർക്കുകൾ കിട്ടുന്ന ഇൻറ്റേർണൽ പരീക്ഷകളുടെ കാലം. പിന്നെ അമ്മയും അനിയത്തിയും കാണുന്നത് 1 മാസം കഴിഞ്ഞാണ്. എൻ്റെ കുട്ടൻ വന്നല്ലോ, ഇങ്ങ് വാടാ മോനു. ഉമ്മറത്ത് തന്നെ നിന്നിരുന്ന അമ്മ എന്നെ വാരി പുണർന്നു. ആ നിറഞ്ഞ മാറിലേക്ക് എൻ്റെ മുഖം ആണ്ടുപോയി. അമ്മയ്ക്ക് എന്തോ സുഖമുള്ള പുതിയ ഗന്ധം. ആ വിരലുകൾ എൻ്റെ പുറത്തും ചന്തികളിലും മെല്ലെ തഴുകി. ഞാൻ അമ്മയുടെ കൊച്ചു മോനായി മാറി. അമ്മയുടെ വെളുത്ത നിറവും അച്ഛൻ്റെ പൊക്കക്കുറവും ശരീരപ്രകൃതിയുമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്നും അമ്മയുടെ കുട്ടനായിരുന്നു. ഒറ്റ കൊല്ലം കൊണ്ട് ചെക്കൻ എല്ലും തോലുമായി. അമ്മ സങ്കടപ്പെട്ടു. ഇവനെ നമുക്ക് നേരെ ആക്കണം മാഷേ. മാഷ് പതിവ് പോലെ തലയാട്ടി സമ്മതിച്ചു. നീ പോയി കുളിച്ച് വേഷം മാറി വാടാ. അമ്മ എൻ്റെ ചന്തിക്കൊരടി തന്നു. മേത്ത് വീണ തണുത്ത വെള്ളത്തിൻ്റെ ഒപ്പം ക്ഷീണമെല്ലാം ഒഴുകിപ്പോയി. ഞാനൊരു നിക്കറ് വിട്ട് കോണി ഇറങ്ങി താഴേക്ക് ചെന്നു. എൻ്റെ ചുന്ദരി അനിയത്തി സീത കൂട്ടി തൊട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്നു. അവൾ ഉറക്കത്തിൽ എന്തോ കണ്ട് ചിരിച്ച് നോക്കി നിന്നുപോയി. ആദ്യം ആ ഗന്ധം എന്നെ പൊതിഞ്ഞു. പിന്നെ മാർദ്ദവമുള്ള കൈ എൻ്റെ തോളിൽ അമർന്നു. നീ വന്നതവൾ അറിഞ്ഞു കാണും. അമ്മ എന്നെ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു. എന്തോ മേലാകെ കുളിര് കോരി.
കുട്ടാ, അമ്മ കുനിഞ്ഞെൻ്റെ കവിളത്തുമ്മ വെച്ചു. നീ എന്നെ വിട്ടു പോയല്ലോടാ, 1 വർഷം നീ ഇല്ലാതെ. ഞാൻ തിരിഞ്ഞമ്മയെ കെട്ടിപ്പുണർന്നു. വീട്ടിൽ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ അണിയുന്ന വേഷം, ഒരൊറ്റ മുണ്ടും ബ്ലൗസും മാത്രം. അമ്മ എൻ്റെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. എന്നേക്കാൾ ഉയരമുള്ള അമ്മയുടെ മുഖം കാണാൻ ഞാൻ തലപൊക്കി നോക്കി. മോനു, ഞാൻ പറഞ്ഞിട്ടില്ലേടാ വീട്ടിൽ ലൂസായ നിക്കറൊന്നും വേണ്ടെന്ന്. നിൻ്റെ ആരോഗ്യം നോക്കണ്ടേടാ. ആ ഇറുക്കമുള്ള കനം കുറഞ്ഞ നിക്കറെല്ലാം ഞാൻ അലക്കി തേച്ച് നിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. പോയി അതിട്. ഹോസ്റ്റലിൽ നിന്ന് ചെക്കൻ്റെ ശീലങ്ങളെല്ലാം മാറി. അമ്മ എൻ്റെ ചന്തിക്കൊരടി തന്നു. ഞാൻ മനസ്സില്ലാ മനസ്സോടെ അമ്മയെ വിട്ട് മുറിയിലേക്ക് പോയി. ഇവിടെ ഒരു കാര്യം, ഇപ്പോഴത്തെ ട്രെൻഡ് ബെർമൂഡയാണല്ലോ. നല്ല സുഖം, കാറ്റും കയറും. ലുങ്കിയെപ്പോലെ അഴിഞ്ഞു വീഴും എന്ന പേടിയും വേണ്ട. എന്നാൽ അമ്മയുടെ കൽപ്പനയുണ്ട്, മോന് വീട്ടിൽ ഇലാസ്റ്റിക്കിൻ്റെ ഒട്ടിക്കിടക്കണ നിക്കറിട്ടാൽ മതി. അതാണ് സപ്പോർട്ടിന് നല്ലത്. ഏത് സപ്പോർട്ട്? എന്തിൻ്റെ സപ്പോർട്ട്? അതൊന്നും അങ്ങോട്ട് ഏശുകയില്ല. അമ്മ എന്ത് പറഞ്ഞാലും വീട്ടിലെ പുരുഷന്മാരനുസരിക്കും. അതാ സ്നേഹം കൊണ്ടായിരുന്നു. ദേവൂട്ടി ടീച്ചറിന് ഇഷ്ടമില്ലാത്ത ഒന്നും രാമൻ മാഷിനും മോനും വേണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ സ്ഥിരം വേഷവും അണിഞ്ഞ് താഴെ ഇറങ്ങി. അമ്മയെ കണ്ടില്ല, മോളൂനെയും. ഉച്ചയായി വരുന്നതേ ഉള്ളൂ. ജനുവരി ആയിരുന്നു. ചൂടും കുറവുള്ള സമയം. ഉമ്മറത്ത് ചാരുപടിയിൽ അമ്മയും മടിയിൽ മോളുമുണ്ട്. അവൾ കുഞ്ഞു വിരലുകൾ കൊണ്ട് അമ്മയുടെ കവിളുകളിൽ പിടിക്കാൻ നോക്കുന്നുണ്ട്. കുട്ടാ, ഇങ്ങ് വാടാ. അമ്മ എന്നെ വിളിച്ച് ചാരുപടിയിൽ അടുത്തിരുത്തി. വടക്ക് കിഴക്കോട്ട് മുഖം തിരിഞ്ഞ വീടായിരുന്നു. ഉമ്മറത്ത് നിഴലുകൾ വീണു തുടങ്ങിയിരുന്നു. പഴയ വീടിൻ്റെ തണുപ്പുള്ള ഉയരമുള്ള സീലിങ്ങിൻ്റെ താഴെ ഞങ്ങളിരുന്നു. ഞാനൊരു വിരൽ നീട്ടി. മോളൂട്ടി കുഞ്ഞു വിരലുകൾ കൊണ്ടെൻ്റെ വിരലിൽ മുറുക്കെ പിടിച്ചു. അവൾ ഇരുന്ന് കുറുകി. മോനു, അമ്മ തുടയിൽ നീട്ടി തട്ടി കാണിച്ചു. ഞാൻ അവിടെ മലർന്നു. എന്താ കുട്ടാ? അമ്മയുടെ വിരലുകൾ എൻ്റെ മുടിയിൽ തഴുകി. ഒന്നുമില്ലെന്നേ, അമ്മയുടെ അടുത്തിങ്ങനെ കിടക്കാൻ നല്ല സുഖം. ഞാൻ കമിഴ്ന്ന് ആ തുടകളുടെ നടുവിൽ മുഖമാഴ്ത്തി. നീണ്ട വിരലുകൾ എൻ്റെ പുറത്ത് തലോടി. പിന്നെ ആ വിരലുകൾ പിൻവാങ്ങി. അമ്മേ, കമിഴ്ന്ന് കിടന്ന് ഞാൻ മുഖം പൊക്കി നോക്കി. ഓഹ്, കണ്ട കാഴ്ച എന്ന് സീതക്കുട്ടിയുടെ ശരീരം ആ കാഴ്ചകൾ മറച്ചു. അമ്മ അവളെ മെല്ലെ കൊഞ്ചിച്ചുകൊണ്ട്. മോനോ, അമ്മയുടെ വിരലുകൾ എൻ്റെ മുടിയിലിഴഞ്ഞു. ഞാൻ തലപൊക്കി. മോളൂട്ടിയെ ഈ തൊട്ടിയിൽ കിടത്തടാ. അമ്മ അവളെ എൻ്റെ കൈകളിലേക്ക് നീട്ടി. അവളെ ഉമ്മറത്തെ തൊട്ടിലിൽ കിടത്തി ഞാൻ മെല്ലെയാട്ടി. വന്നേടാ മോനൂട്ട. അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് കാലുകൾ അകറ്റി നടുവിൽ എന്നെ ചേർത്തിരുത്തി. എന്താടാ? അമ്മ എൻ്റെ മുടിയിലൂടെ വിരലുകൾ ഓട്ടി. മോളൂട്ടി വന്നേ പിന്നെ അമ്മ അവധിയിലല്ലേ? എത്ര നാളത്തേക്കാ അമ്മേ? ആദ്യം 2 മാസം എന്നാ തീരുമാനിച്ചത്, പിന്നെ 6 മാസമാക്കി. അവളെ നോക്കണ്ടേടാ. നിന്നെ പെറ്റിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാ? അമ്മയുടെ സ്വരം നേർത്തു. അതിനെന്താ അമ്മേ? ഞാൻ കണ്ണുകൾ ഉയർത്തി. മോനു, അമ്മ ചിരിച്ചു. ഇപ്പം പണ്ടത്തെ പോലാണോടാ 10ഉം 15ഉം ഒക്കെ പെറാൻ? പ്രസവിക്കാനൊക്കെ ഒരു പ്രായം ഉണ്ടടാ. ഈ വയസ്സാം കാലത്താണ് എനിക്ക്. അമ്മയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ ആ മുഖം നോക്കി. ചിരിക്കുമ്പോൾ നുണക്കുഴിയുടെ ലാഞ്ചനയുള്ള വെളുത്തു തുടുത്ത കവിളുകൾ, ചുവപ്പുള്ള മലർന്ന അധരം, ഭംഗിയുള്ള മൂക്ക്, വിടർന്ന വലിയ കണ്ണുകൾ, നെറ്റിയിൽ തൊട്ട കുങ്കുമപ്പൊട്ട് ഇത്തിരി മാഞ്ഞതും ആ ഭംഗി ഇരട്ടിപ്പിക്കുന്നു. എന്താ കുട്ടാ, നീ എന്നെ മുമ്പ് കാണാത്ത പോലെ നോക്കുന്നേ? അമ്മ എന്നെ ഒന്നുകൂടെ അടക്കി പിടിച്ചു. ആ ഒഴുക്കുള്ള കൈത്തണ്ടകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങി. അമ്മയെ കാണാൻ എന്തു ഭംഗി! അമ്മയാണ് ഏറ്റവും സുന്ദരി, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. ആ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഓഹോ, നീയപ്പോൾ കുറേ സുന്ദരിമാരെ കണ്ടിട്ടുണ്ട് അല്ലേടാ മോനു? അമ്മ പെട്ടെന്ന് ഹെഡ് മിസ്ട്രസിൻ്റെ മുഖം മെടുത്തണിഞ്ഞു. അമ്മേ, ഞാൻ ചിണുങ്ങി. എടാ, എന്നോടൊന്നും ഒളിക്കേണ്ടടാ കള്ള. അമ്മ എൻ്റെ കുണ്ടിക്കൊരടി തന്നു. ക്ലാസ്സിൽ പെൺപിള്ളേരുണ്ടോടാ? ആ, ഒരു 10-15 ഉണ്ട്, ഞാൻ പറഞ്ഞു. സുന്ദരിയായ ആരും ഇല്ലേടാ മോനു? സ്വരത്തിൽ തേനൊലിച്ചു. ആ, എനിക്കങ്ങും അറിയാൻ പാടില്ല. ഞാൻ തല വെട്ടിച്ചു. ആരെങ്കിലും കൂട്ടുകാരികളുണ്ടോടാ? വീണ്ടും ആ മധുരസ്വരം. അമ്മേ, ഞാൻ പിന്നെയും ചിണുങ്ങി. എനിക്ക് അവരോട് മിണ്ടാനൊന്നും പറ്റൂല. എനിക്കെൻ്റെ അമ്മ മതി. എൻ്റെ മോനു. അമ്മ കുനിഞ്ഞെൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. ആഹാ, മോനു വന്നല്ലോ.
എന്താടാ അമ്മയുടെ ഒക്കത്തൊന്നും മാറാറായില്ലേ? മാളു ചേച്ചി, അമ്മയെക്കാളും 2-3 വയസ്സ് കുറവ്, അത്രയേ ഉള്ളൂ. ഞാൻ മുഖം പൊക്കി അവരെ നോക്കി ചിരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പിറന്നപ്പോൾ തൊട്ട് പണിയെടുക്കാൻ വന്നതാണ്. ഇറുക്കമുള്ള ബ്ലൗസും കൈലിയും തോർത്തും. ഇരുനിറമുള്ള ചേച്ചിക്ക് നല്ല വണ്ണമുണ്ട്. അമ്മയുടെ അത്രയും പൊക്കം ഇല്ലെങ്കിലും എന്നേക്കാളും ഉണ്ട്. സ്കൂളിൽ ചേരുന്നത് വരെ എന്നെ എടുത്തുകൊണ്ട് നടക്കുകയും കുളിപ്പിക്കുകയും ഊട്ടുകയും ഒക്കെ മാളുചേച്ചിയായിരുന്നു. എന്തിനധികം അച്ഛനും അമ്മയും എന്നെ തല്ലിയിട്ടില്ലെങ്കിലും മാളുചേച്ചി അതും ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യവും ചേച്ചിക്കുണ്ടായിരുന്നു. അവസാനം തല്ല് കിട്ടിയത് ഞാൻ മറന്നിട്ടില്ല. 3 വർഷം മുമ്പാണ്. 11-ലായപ്പോൾ ക്ലാസ്സിൽ ചില മുതിർന്ന കുട്ടികൾ ബ്രേക്കിൽ സിഗരറ്റും ബീഡിയും വലിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു മോഹം. ഒരുത്തൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്തൊരെണ്ണം വാങ്ങി. ഏതോ ശനിയാഴ്ച അച്ഛനും അമ്മയും ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് സ്കൂളിൽ പോയ തക്കത്തിന് മുകളിലെ മുറിയടച്ചിട്ട് സിഗരറ്റിന് തീ കൊളുത്തി. ജനാല തുറന്നിട്ടാണ് വലിച്ചത്. ഉള്ളിലേക്ക് എടുത്തൊന്നുമില്ല. ചുമ്മാ മൂക്കിൽ കൂടി പുക വിടുന്നതിൻ്റെ രസം. വെടി പൊട്ടുന്നത് പോലെയാണ് വാതിൽ തുറന്നത്. നോക്കിയപ്പോൾ മാളു ചേച്ചി. എൻ്റെ കയ്യിൽ സിഗരറ്റ് കണ്ടപ്പോൾ ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ബ്ലൗസിനുള്ളിൽ നെഞ്ചു പൊങ്ങിത്താണിരുന്നു. ഇതിനാണോടാ പാവം ടീച്ചറും മാഷും കഷ്ടപ്പെട്ട് നിന്നെ വളർത്തണത്? ചേച്ചി അകത്തേക്ക് വന്ന് എൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് പിടിച്ചു വാങ്ങി ജനാലയിലൂടെ ദൂരേക്കെറിഞ്ഞു. വരട്ടെ ടീച്ചർ, ഇന്ന് നിൻ്റെ അഹമ്മദ് ഞാൻ തീർത്തു തരാം. ഞാൻ പേടിച്ചു വിറച്ചു. അമ്മ എങ്ങാനും അറിഞ്ഞാൽ കണ്ണിലിരുട്ട് കയറി കരഞ്ഞുപോയി. വേണ്ട ചേച്ചി, പ്ലീസ് ചേച്ചി, ഞാൻ കെഞ്ചി. വാടാ ഇവിടെ. ചേച്ചി എന്നെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി. അടുക്കളയിൽ കോണിൽ ഭിത്തിയിൽ നോക്കി നിർത്തി. പിന്നിൽ നിന്നും എൻ്റെ നിക്കറ് വലിച്ചു താഴ്ത്തി ഊരി മാറ്റി. എന്നിട്ടെൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമി. അനങ്ങി പോവരുത് എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് വാതിൽ തുറന്ന് വെളിയിൽ പോയി. ഞാൻ ആകെ വിറയ്ക്കുകയായിരുന്നു. ചേച്ചി തിരിച്ചു വന്നിട്ട് എൻ്റെ ചെവിക്ക് പിടിച്ചു തിരിച്ചു നിർത്തി. കയ്യിലിരുന്ന് പുളിവാറൽ കാട്ടിത്തന്നു. തുണിയില്ലാതെ ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമൊന്നും അപ്പോൾ തലയിലില്ലായിരുന്നു. കിട്ടാൻ പോണ ശിക്ഷയെക്കുറിച്ചുള്ള ഭീതി മാത്രം. ഞാൻ നിന്ന് വിതുമ്പി. അതൊന്നും അങ്ങോട്ട് ഏശിയില്ല. വാടാ ഇവിടെ. ചേച്ചി എന്നെ ചെവിക്ക് പിടിച്ച് വലിച്ച് മേശപ്പുറത്ത് കമഴ്ത്തി കിടത്തി. ആദ്യത്തെ അടി ഒരു നീറ്റിലായിരുന്നു. ഞാൻ ഉറക്കെ കരഞ്ഞു. ആര് കേൾക്കാൻ? പുളിവാറൽ ഒടിയുന്നത് വരെ ചേച്ചി അടിച്ചെൻ്റെ കുണ്ടിയിലെ തോലെടുത്തു. ഞാൻ നിന്ന് തുള്ളിപ്പോയി. ഇനി നീ വലിക്കോടാ. ചേച്ചി ഭ്രാന്തെടുത്ത പോലെ പുലമ്പിക്കൊണ്ട് ആഞ്ഞടിച്ചു. അവസാനം ഒടിഞ്ഞു പറഞ്ഞ വടി താഴെ എറിഞ്ഞിട്ട് ചേച്ചി എന്നെ തിരിച്ചു നിർത്തി. എൻ്റെ മുഖമാകെ കണ്ണീര് വീണ് നനഞ്ഞിരുന്നു. നോക്കിയപ്പോൾ മാളു ചേച്ചിയുടെ കണ്ണുകളും കവിഞ്ഞൊഴുകുന്നു. എൻ്റെ മോനോ. ചേച്ചി എന്നെ മാറോട് ചേർത്തു. നീ എന്നെ കൊണ്ടത് ചെയ്യിച്ചില്ലേടാ മോനെ. ഞങ്ങൾ ഒട്ടിച്ചേർന്ന് തേങ്ങി. ചേച്ചി എൻ്റെ പൊട്ടിയ കുണ്ടിത്തൊലിയിൽ വെളിച്ചെണ്ണ പുരട്ടി തന്നു. മുഴുവനും കരിയുന്നത് വരെ എന്നും കുണ്ടിയിൽ എണ്ണ പുരട്ടി തന്നു. ഏതായാലും അതിനുശേഷം ഞാൻ സിഗരറ്റിൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. മാളു, തൂത്തു തുടച്ചോളൂ, ഞാൻ സാമ്പാർ വെക്കട്ടെ. അമ്മ എണീറ്റ് മോളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ചേച്ചിയുള്ളത് കൊണ്ട് അമ്മയുടെ പിന്നാലെ തൽക്കാലം പോണ്ടെന്ന് വെച്ചു. ഞാൻ മോളിൽ എൻ്റെ മുറിയിലേക്ക് ചെന്നു. മൊബൈൽ എടുത്ത് വാട്സാപ്പ് നോക്കി. കോളേജ് ഗ്രൂപ്പിൻ്റെ മെസ്സേജുകൾ കണ്ടു. 2 മറുപടികൾ അയച്ചു. പിന്നെ എൻ്റെ റൂംമേറ്റും ക്ലാസ്സിൽ എൻ്റെ അടുത്ത കൂട്ടുകാരനുമായ നമ്പേഷിൻ്റെ മെസ്സേജുകൾ നോക്കി. കുട്ടൂസ്, നീ എവിടെയാടാ? കാലത്ത് 2 മെസ്സേജ് വിട്ടതായിരുന്നു. അതാണ് ലേറ്റസ്റ്റ്. മോളിലേക്ക് നോക്കിയപ്പോൾ ഫോട്ടോകളാണ്. അവൻ്റെ അമ്മയും മൂത്ത ചേച്ചിയും ചേട്ടത്തിയമ്മയും. ദൈവമേ, നീ എന്നെ വഴിതെറ്റിച്ച് അടങ്ങുള്ളോ? ഞാൻ തലയിൽ കൈവച്ചിരുന്നു പോയി. 3 നല്ല എണ്ണം പറഞ്ഞ ഉരുപ്പടികൾ. എൻ്റെ പൊന്നമ്മയുടെ അത്രയും നിറവും മുഴുപ്പും ഇല്ലെങ്കിലും 3 കൊഴുത്ത സുന്ദരിമാരായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെയാണെന്ന് അവന് മറുപടിയും കൊടുത്തു. കസേരയിൽ നിന്നെണീറ്റു. 2 വട്ടം ജനൽ വരെ നടന്ന് വെളിയിലേക്ക് നോക്കി. പിന്നെയും വന്നിരുന്നു. മുറിയിൽ ഇരിപ്പുറയ്ക്കുന്നില്ലായിരുന്നു. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? സ്ത്രീകളോടുള്ള ആകർഷണം ഇത്തിരി വൈകിയാണെങ്കിലും നുരഞ്ഞു പൊങ്ങുന്ന ജീവിതത്തിൻ്റെ ഈ വഴിത്തിരിവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ, എടുപ്പുള്ള, കൊഴുത്ത, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ നയിച്ചതെന്താണ്? അമ്മയോടുള്ള സ്നേഹത്തിനോടൊപ്പം വേറെ എന്തോ ഒരു ആകർഷണം. എനിക്ക് ചെറുക്കാൻ കഴിയാത്ത വികാരങ്ങളുടെ ചുഴിയിൽ ഞാൻ അകപ്പെട്ട് ആണ്ടു പോകുന്നത് പോലെ. പെട്ടെന്നാണ് മാളു ചേച്ചി മുറിയിലേക്ക് കയറി വന്നത്. കയ്യിൽ ചൂലും ബക്കറ്റും നിലം തുടയ്ക്കുന്ന തുണിയും. നീ അവിടെ തന്നെ ഇരുന്നോടാ മോനു, കാലൊന്ന് പൊക്കി വെച്ചാൽ മതി. ചേച്ചി എന്നെ അപ്പോഴും ഒരു കുട്ടിയായിട്ടാണ് കരുതിയിരുന്നത്. ഞാൻ മൊബൈൽ നോക്കി ഇരിപ്പായിരുന്നു. മേശപ്പുറത്ത് പൊക്കി വെച്ചിരുന്ന കാലുകൾക്ക് താഴെ ചൂലിഴഞ്ഞപ്പോഴാണ് ഞാനൊന്ന് നോക്കിയത്. കുനിഞ്ഞു നിന്ന് അടിച്ചു വരുന്ന ചേച്ചിയുടെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി.
എൻ്റെ കുണ്ടിയിൽ തോലെടുത്തിട്ടുണ്ട് ചേച്ചി. വേണമെങ്കിൽ ഇനിയും എൻ്റെ കുണ്ടിയിൽ പുളിവാറൽ വെട്ടി 2 തരാനും ചേച്ചി മടി കാണിക്കില്ല. അമ്മയും ഒന്നും പറയില്ല. ഞാൻ കണ്ണുകൾ പിൻവലിച്ചു. അപ്പോഴാണ് ചേച്ചി തിരിഞ്ഞു നിന്നത്. അമ്മേ. ഒപ്പം ചേച്ചിയുടെ വിയർപ്പിൻ്റെ മണവും. ചേച്ചി പിന്നിലേക്ക് പോയപ്പോൾ ഞാനൊരു നെടുവേർപ്പിട്ടു. എന്നാലും ആ മണം എന്നെ ചൂഴ്ന്നു. ചേച്ചിയുടെ ചലനങ്ങൾ എൻ്റെ കാതു പിടിച്ചെടുത്തു. കുന്തിച്ചിരുന്ന് നിലം തുടയ്ക്കുന്ന ചേച്ചിയുടെ തെറുത്ത് കേട്ടിക്കുത്തിയ കൈലിക്ക് താഴെ കൊഴുത്ത തുടകൾ പാതി വരെ കാണാം. ഞാൻ വെള്ളമിറക്കി. അമ്മേ, ഇനി ഇവിടെ ഇരുന്നാൽ പറ്റില്ല. ഞാൻ മെല്ലെ എണീറ്റു. നീ അവിടെ ഇരുന്നോടാ, ഞാൻ തീർത്തോളാം. 5 മിനിറ്റ്. ചേച്ചി തുടപ്പ് തുടർന്നു. വേണ്ട ചേച്ചി, കഴിഞ്ഞിട്ട് ഞാൻ വരാം. ചേച്ചിക്ക് അസൗകര്യമാവും. ഞാൻ പോവാൻ തിരിഞ്ഞു. അവിടെ നിൽക്കടാ. പിറകിൽ നിന്നും എൻ്റെ കയ്യിൽ ഒരു പിടി വീണു. എനിക്കനങ്ങാൻ പറ്റിയില്ല. ചേച്ചി എണീറ്റ് എന്നെ തിരിച്ചു നിർത്തി. വലിയ എഞ്ചിനീയർ ആവാൻ പോവാണല്ലേ? അപ്പോൾ ചേച്ചിയും ഒന്നും വേണ്ടല്ലേടാ? ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാനും വല്ലാതെയായി. ചേച്ചി. ഞാൻ അറിയാതെ ചേച്ചിയുടെ നീട്ടിയ കൈകളിൽ ഒതുങ്ങി. ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചു. ബാക്കി ഭാഗത്തിന് നിങ്ങൾ ടെലിഗ്രാം ചാനൽ നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന. അതൊരു 1.5 മണിക്കൂർ കാണുവേ. നമ്മുടെ സ്പെഷ്യൽ ചാനലിലായിരിക്കും ഇടുന്നത്. ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാവേ.